പ്രിയമുള്ളവരെ, മാതാവിൻ്റെ വണക്കമാസത്തിൻ്റെ ആരംഭം, ജപമാലയിലൂടെ യേശുവിലേക്കുള്ള വഴി. മെയ് മാസം ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന് സമർപ്പിച്ച വിശുദ്ധമായ വണക്കമാസമാണ്. ഈ മാസത്തിൻ്റെ ആദ്യ ദിവസമായ മെയ് 1 നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിൻ്റെയും മാതാവിനോടുള്ള അടുക്കലിൻ്റെയും ദിനമായി നമുക്ക് സ്വീകരിക്കാം. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഈ മാസത്തിൽ മാതാവിനെ പ്രത്യേകമായി ആദരിക്കുകയും ജപമാലയിലൂടെ അവളുടെ ഇടപെടൽ തേടുകയും ചെയ്യുന്നു. മാതാവ് മറിയം നമ്മുടെ സ്വർഗീയ അമ്മയാണ്. അവളുടെ സ്നേഹം അതിരുകളില്ലാത്തതാണ്. നമ്മുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും വിജയങ്ങളിലും പരാജയങ്ങളിലും അവൾ നമ്മോടൊപ്പം നടക്കുന്നു. കാനായിലെ കല്യാണത്തിൽ പോലെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ അവൾ യേശുവിനോട് അപേക്ഷിച്ചതുപോലെ ഇന്നും നമ്മുടെ ആവശ്യങ്ങൾ അവൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. വണക്കമാസത്തിൻ്റെ ആദ്യ ദിവസം നമ്മൾ നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ച് മാതാവിൻ്റെ പാത പിന്തുടരാൻ തീരുമാനിക്കേണ്ട ദിനമാണ്. മാതാവ് വിനയത്തിൻ്റെ, അനുസരണയുടെ, വിശ്വാസത്തിൻ്റെ ഒരു ഉത്തമ മാതൃകയാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വചനം എനിക്ക് നിറവേറട്ടെ എന്ന അവളുടെ വാക്കുകൾ നമുക്ക് ജീവിത പാഠമാണ്. ഈ ദിവസം ജപമാല ചൊല്ലുന്നത് അത്യന്തം പ്രാധാന്യമുള്ളതാണ്. ജപമാലയിലൂടെ നാം യേശുവിൻ്റെ ജീവിത രഹസ്യങ്ങൾ ധ്യാനിക്കുകയും മാതാവിനോട് അടുക്കുകയും ചെയ്യുന്നു. ഓരോ ജപമാല മൊത്തം നമ്മുടെ പ്രാർത്ഥനകളുടെ പൂക്കളാണ്. അത് മാതാവിൻ്റെ കൈകളിലൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നു. ഇന്നത്തെ ദിനത്തിൽ നമുക്ക് ഒരു പ്രത്യേക തീരുമാനം എടുക്കാം. ഈ മുഴുവൻ മെയ് മാസവും ദിവസവും ജപമാല ചൊല്ലാൻ, മാതാവിൻ്റെ ഗുണങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കാൻ, മറ്റുള്ളവർക്ക് സ്നേഹവും കരുണയും പകർന്നു നൽകാൻ. മാതാവ് നമ്മെ തൻ്റെ മകൻ്റെ അടുക്കലേക്ക് നയിക്കുന്നവളാണ്. അവളുടെ വഴി നമുക്ക് യഥാർത്ഥ സമാധാനവും സന്തോഷവും ലഭിക്കും. മാതാവേ, ഈ വണക്കമാസത്തിൻ്റെ ആരംഭത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കുടുംബങ്ങളെ കാക്കണമേ. നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ. യേശുവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ, ഞങ്ങൾ നിന്നെ ആശ്രയിക്കുന്നു. മാതാവേ, ഞങ്ങളുടെ ജീവിതം നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു.